നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ താനൂർ, തവനൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. അറബിക്കടലിനോട് ചേർന്ന് മനോഹരമായ തീരദേശ ഭൂപ്രകൃതിയും ചരിത്രപരവും സാംസ്കാരികവും വാണിജ്യപരവുമായ പ്രാധാന്യവും പേർന്ന നാടാണ് താനൂർ. തിരൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന താനൂർ മുനിസിപ്പാലിറ്റിയും ഒഴൂർ, പൊന്മുണ്ടം, താനാളൂർ, നിറമരുത്തൂർ, ചെറിയമുണ്ടം എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് ഈ നിയോജക മണ്ഡലം രൂപപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലാകെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, സാംസ്കാരികം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന മുന്നേറ്റങ്ങൾക്കാണ് സർക്കാർ നേതൃത്വത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് താനൂരിന്റെ ഈ പുതിയ വികസന വിശേഷങ്ങൾ? നമുക്ക് വിശദമായി കേൾക്കാം. 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ശേഷം നമ്മുടെ സംസ്ഥാനത്ത് അത്ഭുതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. എൻ്റെ മണ്ഡലമായ താനൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് കിഫ്ബി ഫണ്ടുകളാണ്. സംസ്ഥാനത്ത് 25 വർഷമായി കിഫ്ബി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഈ കഴിഞ്ഞ 8.5 വർഷമാണ് ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള വിദ്യാലയങ്ങൾ, ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ ഈ കിഫ്ബി പദ്ധതിയിലൂടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിയോജക മണ്ഡലത്തിലെ MLA എന്നുള്ള രീതിയിൽ ഏറെ സന്തോഷം പകരുന്നതാണ്. മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ വർഷങ്ങളായി കാത്തിരുന്നിട്ടുള്ള ഈ പ്രവൃത്തികളാണ് ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ, മേൽപ്പാലങ്ങൾ, പാലങ്ങൾ, റോഡുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോന്നായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ച കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കിഫ്ബിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. കാരണം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. കാരണം വികസനം എത്തിയതിൻ്റെ ഒരു സന്തോഷം നമ്മളോട് പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കിഫ്ബി പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന അതിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്ത് നാഴികക്കല്ലായി കിഫ്ബിയുടെ പ്രവർത്തനം മാറി എന്നുള്ളത് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ അത് തുടങ്ങിയെങ്കിലും കഴിഞ്ഞ 8.5 വർഷമായി ഏറ്റവും നല്ല രീതിയിൽ കിഫ്ബിയുടെ പ്രവർത്തനം നടന്നു. കേരളത്തിലെ കിഫ്ബി പദ്ധതികൾ ആരംഭിച്ച് 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. കിഫ്ബിയുടെ ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡിനും ബഹുമാനപ്പെട്ട ചെയർമാനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
കേരള വികസനത്തിൽ ഇനിയും കിഫ്ബിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, സാംസ്കാരികം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾക്കാണ് താനൂർ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കിഫ്ബിയുടെ പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. താനൂരിൽ ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് തീരദേശ ഹൈവേയുടെ നിർമ്മാണമാണ്. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ 3 റീച്ചുകളിലായി 1000 കോടി രൂപയിലധികം മുതൽ മുടക്കുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനകം വലിയൊരു തുക വിനിയോഗിച്ചു കഴിഞ്ഞു. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനും മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും ടൂറിസം സാധ്യതകൾക്കും വലിയ പ്രോത്സാഹനമാകും. അതുപോലെ തിരൂർ കടലുണ്ടി റോഡിന്റെ 14 കിലോമീറ്റർ വീതി കൂട്ടി BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിന് 61 കോടി രൂപയുടെ പദ്ധതിയും ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇത് താനൂർ, തിരൂർ മണ്ഡലങ്ങളിലെ യാത്ര സുഗമമാക്കും. താനൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി തെയ്യാല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 8.4 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിന്റെ നിർമ്മാണവും ഗണ്യമായി മുന്നോട്ടു പോയിട്ടുണ്ട്. കൂടാതെ പനമ്പലം ബ്രിഡ്ജ്, അഞ്ചുടി, കുണ്ടുങ്ങൽ പാലം എന്നിവയുടെ നിർമ്മാണവും നടക്കുന്നു. താനൂർ ബ്രിഡ്ജ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ പാലങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും. ഗതാഗതക്കുരുക്കില്ലാത്ത സുരക്ഷിതമായ യാത്ര താനൂരിലെ ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ ഈ പദ്ധതികൾ സഹായിക്കും. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തീരദേശ മേഖലകൾക്ക് ആശ്വാസം പകരുന്ന ബൃഹത് പദ്ധതികളാണ് താനൂരിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. താനൂർ മുനിസിപ്പാലിറ്റിക്കും സമീപ 4 പഞ്ചായത്തുകൾക്കുമായി 1ാം ഘട്ടത്തിൽ 100 കോടി രൂപയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായി 82 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇതിന്റെ തുടർച്ചയായി വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന 2ാം ഘട്ട പദ്ധതിക്കായി 78 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ പൊന്നാനിക്കും സമീപ പഞ്ചായത്തുകളിലുമായി നടപ്പാക്കുന്ന 74 കോടിയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനവും താനൂരിന്റെ ചില ഭാഗങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ താനൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം പൈപ്പിലൂടെ വീടുകളിലെത്തും. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും വലിയ മുതൽക്കൂട്ടാകും. വിദ്യാഭ്യാസ രംഗത്തും താനൂർ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി ക്ലസ്റ്റർ പദ്ധതികൾ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഏജൻസികൾ വഴിയാണ് ഇവ നടപ്പാക്കുന്നത്. മലപ്പുറം ക്ലസ്റ്റർ 14, ക്ലസ്റ്റർ 4, ക്ലസ്റ്റർ 5, ഫേസ് 3, ക്ലസ്റ്റർ 5 തുടങ്ങിയ നിരവധി പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് സ്കൂളുകളിൽ എത്തുന്നത്. ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിലൂടെ ഒരുങ്ങുന്നു. മണ്ഡലത്തിലെ ഒരു സ്കൂൾ നവീകരിക്കുന്നതിനുള്ള PPE മിഷൻ പദ്ധതിയും പുരോഗമിക്കുന്നു. ചില പദ്ധതികളും മൂല്യനിർണ്ണയ ഘട്ടത്തിലുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും താനൂരിന് അഭിമാനിക്കാൻ വകയുണ്ട്. താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന 26 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇതിനകം 8 കോടിയിലധികം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് കോളേജിന്റെ അക്കാദമിക് നിലവാരം ഉയർത്താൻ സഹായിക്കും. കൂടാതെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്കായി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ പ്രയോജനവും താനൂരിന് ലഭിക്കും.
സംരക്ഷണ രംഗത്ത് പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതി താനൂരിലെ ആരോഗ്യ കേന്ദ്രത്തിന് മുതൽക്കൂട്ടാകും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. സാംസ്കാരിക രംഗത്ത് താനൂരിൽ ആധുനിക സിനിമാ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 16 കോടിയിലധികം രൂപയുടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് താനൂരിലെ ജനങ്ങൾക്ക് മികച്ച വിനോദോപാധി നൽകും. കായിക പ്രേമികൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ താനൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് 10 കോടി രൂപയുടെ പദ്ധതി പുരോഗമിക്കുന്നു. ഇതിൽ 7.5 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇത് കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കും. ഇവയ്ക്കെല്ലാം പുറമെ മെച്ചപ്പെട്ട സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ മലപ്പുറം, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ നിർമ്മാണം ഉൾപ്പെടുന്ന ക്ലസ്റ്റർ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിന്റെ ഗുണഫലം താനൂരിലെ ജനങ്ങൾക്കും ലഭിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം മാനവ വിഭവശേഷി വികസനത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ വീടിനടുത്ത് തൊഴിലിടം പദ്ധതി ഇതിന്റെ ഭാഗമാണ്. പ്രാദേശികമായി നൈപുണ്യ വികസനത്തിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. താനൂരിലെ യുവജനങ്ങൾക്കും ഈ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. താനൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് നമ്മളിന്ന് കണ്ടത്. 1000 കോടിയിലധികം രൂപയുടെ തീരദേശ ഹൈവേ, 100 കണക്കിന് കോടിയുടെ കുടിവെള്ള പദ്ധതികൾ, പ്രധാന റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണം, സ്കൂളുകളുടെയും കോളേജിന്റെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ആധുനിക സ്റ്റേഡിയം, സിനിമാ തിയേറ്റർ, ആരോഗ്യരംഗത്തെ കരുതൽ, നൈപുണ്യ വികസന പദ്ധതികൾ, ഇങ്ങനെ താനൂരിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കിഫ്ബിയിലൂടെ ലഭിച്ച 100 കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ഈ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഊർജം നൽകുന്നത്. അംഗീകാരം ലഭിച്ച ഈ പദ്ധതികളിൽ ഭൂരിഭാഗവും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വലിയൊരു തുക ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു എന്നത് പദ്ധതികളുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ താനൂർ വികസനത്തിന്റെ പുതിയ തീരത്തേക്ക് കുതിച്ചെത്തും. മികച്ച യാത്രാ സൗകര്യം, ശുദ്ധമായ കുടിവെള്ളം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം, വിനോദത്തിനും കായിക പരിശീലനത്തിനുമുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം താനൂരിലെ ജനങ്ങൾക്ക് ലഭ്യമാകും. മലപ്പുറം ജില്ലയിലെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തവനൂർ നിയോജക മണ്ഡലം തൃശൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കാർഷിക സംസ്കാരത്തിനും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കും പേരുകേട്ട നാടാണ് തവനൂർ. പൊന്നാനി, തിരൂർ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ തവനൂർ, കാലടി, വട്ടംകുളം, എടപ്പാൾ, മംഗലം, തൃപ്പങ്ങോട്, പുറത്തൂർ എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് തവനൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, കായികം തുടങ്ങി വിവിധ മേഖലകളിൽ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ തവനൂരിന്റെ മുഖച്ഛായ മാറ്റിയെഴുതാൻ പര്യാപ്തമാണ്. എന്തൊക്കെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ബഡ്ജറ്റിന് പുറത്തും പണം സമാഹരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. കിഫ്ബി അതിൻ്റെ പ്രവർത്തന പന്ഥാവിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. കിഫ്ബിയെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപയുക്തമാകും വിധം മാറ്റിയെടുക്കുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് മുതൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ്
സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സർവ്വമേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബജറ്റിന് പുറത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി മറുഭാഗത്തും നടക്കുന്നു. ഈ രണ്ട് വികസന വഴികളിലൂടെ കേരളം അഭൂതപൂർവമായ വികസന കുതിപ്പാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ തവനൂരിൽ ഒരുപാട് വികസന പദ്ധതികൾ കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിന് കുറുകെയുള്ള മേൽപ്പാലം എടപ്പാളിലാണ് പണിതത്. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നായർത്തോട് പാലം ഏതാണ്ട് 55-60 കോടി രൂപയോളം കിഫ്ബി അതിനായി നീക്കിവെച്ചു. ഒളമ്പക്കടവ് പാലം, അതിനും 10-65 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അവയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തിരുനാവായ തവനൂർ പാലം ടെൻഡർ പൂർത്തിയാക്കി. ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ചില ആളുകൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 ആഴ്ച കൂടി ഏറിയാൽ അതിൻ്റെ പ്രവൃത്തി തുടങ്ങാനിരിക്കുന്നു. തിരുനാവായ തവനൂർ പാലം 60 കോടി രൂപയോളം കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവിട്ടാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു പുറമെ തീരദേശ മേഖലയെ പുഷ്കലമാക്കിയ പദ്ധതിയാണ് തീരദേശ ഹൈവേ. അതിനും പണം കണ്ടെത്തുന്നത് കിഫ്ബിയിൽ നിന്നാണ്. തീരദേശ മേഖലയായിട്ടുള്ള പൊന്നാനി, പുറത്തൂരിലെ പടിഞ്ഞാറേക്കര എന്നീ ദിക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഹൗറ മോഡൽ പാലം എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ബഡ്ജറ്റിന് പുറത്തും പണം സമാഹരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. കിഫ്ബി അതിൻ്റെ പ്രവർത്തന പന്ഥാവിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. കിഫ്ബിയെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപയുക്തമാകും വിധം മാറ്റിയെടുക്കുന്നത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് മുതൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സർവ്വമേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബജറ്റിന് പുറത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി മറുഭാഗത്തും നടക്കുന്നു. തവനൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് ഗതാഗത രംഗത്താണ്. പുഴകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പാലങ്ങൾക്കും റോഡുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നിരവധി ബൃഹത് പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് പാലങ്ങളുടെ നിർമ്മാണമാണ്. തിരുനാവായ തവനൂർ പാലം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ 61 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ പാലം ഇരുകരകളെയും ബന്ധിപ്പിച്ച് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും. ഒളമ്പക്കടവ് പാലം തവനൂർ പൊന്നാനി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് 43 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. പൂക്കൈതക്കടവ് പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെ 19 കോടി രൂപ ചെലവിൽ KRFB നിർമ്മിക്കുന്ന മറ്റൊരു പ്രധാന പാലമാണിത്. നായർത്തോട് പാലം ഏകദേശം 56 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഈ പാലവും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. കർമ്മ റോഡ് പാലങ്ങൾ പൊന്നാനി തുറമുഖവുമായും ചമ്രവട്ടം റെഗുലേറ്ററുമായി ബന്ധിപ്പിച്ച് കനോലി കനാലിന് കുറുകെ നിർമ്മിക്കുന്ന 41 കോടിയുടെ കർമ്മ പാലങ്ങൾ 1-ാം ഘട്ടം പൂർത്തിയായി വരുന്നു. ഇതിന്റെ 2-ാം ഘട്ടത്തിനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇവയോടൊപ്പം എടപ്പാളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി മാറിയ എടപ്പാൾ മേൽപ്പാലം ഈ സർക്കാരിന്റെയും കിഫ്ബിയുടെയും ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. ഇത് പൂർണ്ണമായും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കൂടാതെ മലപ്പുറം ജില്ലയിലെ തീരദേശ ഹൈവേയുടെ ആദ്യ റീച്ചായ പടിഞ്ഞാറേക്കര ഉണ്ണിയാൽ ഭാഗത്തിന്റെ നിർമ്മാണവും
തവനൂരിന്റെ സമീപ പ്രദേശങ്ങളിലെ ഗതാഗതം സുഗമമാക്കും. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ തവനൂരിലും പരിസര പ്രദേശങ്ങളിലും വലിയ ഗതാഗത വിപ്ലവത്തിനാണ് വഴിയൊരുങ്ങുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പാരമ്പര്യമുള്ള നാടാണ് തവനൂർ. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ സ്കൂളുകളുടെ മുഖച്ഛായ മാറുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്കായി വിവിധ ക്ലസ്റ്റർ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇവ കൂടാതെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന 1.8 കോടിയുടെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും മണ്ഡലത്തിന് പ്രയോജനകരമാകും. ഈ പദ്ധതികളിലൂടെയെല്ലാം ഹൈടെക് ക്ലാസ് മുറികൾ, മികച്ച ലാബുകൾ, ലൈബ്രറികൾ, ശൗചാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. പഠനത്തോടൊപ്പം കായികക്ഷമതയ്ക്കും സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തവനൂർ മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 15 കോടിയിലധികം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിനകം 11 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും നാട്ടിലെ കായിക പ്രേമികൾക്കും മികച്ച പരിശീലന സൗകര്യങ്ങൾ ലഭ്യമാക്കും. ആരോഗ്യ സംരക്ഷണ രംഗത്ത് പകർച്ചവ്യാധികൾ നേരിടാനും മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കാനുമായി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിയുടെ പ്രയോജനം തവനൂർ മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ മലപ്പുറം, കുറ്റിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുന്നതിനുള്ള ക്ലസ്റ്റർ പദ്ധതിയും പുരോഗമിക്കുന്നു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണം നടത്തുന്നത്. ഇത് തവനൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും. അതോടൊപ്പം യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വീടിനടുത്ത് തൊഴിലിടം പദ്ധതിയുടെ പ്രയോജനവും തവനൂരിലെ യുവതലമുറയ്ക്ക് ലഭിക്കും. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. പൊന്നാനിക്കും സമീപ പഞ്ചായത്തുകൾക്കുമായി നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ടം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ തവനൂരിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമാകും. ഇതൊരു സംസ്ഥാനതല പദ്ധതിയാണെങ്കിലും കിഫ്ബിയുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് ശബരിമലയിലെയും ഇടത്താവളങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ 126 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. കൂടാതെ സുഖപുരത്ത് ഇടത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള തീർത്ഥാടന ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകും. തവനൂർ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതുമായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സമഗ്ര ചിത്രം നാം കണ്ടു. 100 കണക്കിന് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പാലങ്ങൾ, പൂർത്തിയായ എടപ്പാൾ മേൽപ്പാലം, സ്കൂളുകളിലെ ആധുനിക സൗകര്യങ്ങൾ, കായികരംഗത്തെ ഉണർവ്, ആരോഗ്യ സേവന മേഖലകളിലെ മുന്നേറ്റങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ തവനൂരിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ കിഫ്ബിയിലൂടെ ലക്ഷ്യമിടുന്നത്.
ഈ പട്ടികയിൽ കണ്ട മിക്ക പദ്ധതികളും ഒന്നുകിൽ നിർമ്മാണം പുരോഗമിക്കുന്നവയോ അല്ലെങ്കിൽ സർക്കാർ അംഗീകാരം നൽകി പണം അനുവദിച്ചവയോ ആണ്. വലിയൊരു തുക ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു എന്നത് പദ്ധതികളുടെ വേഗതയെ സൂചിപ്പിക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ തവനൂർ മണ്ഡലത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരും. മികച്ച യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ, തൊഴിൽ സാധ്യതകൾ എന്നിവയെല്ലാം തവനൂരിലെ ജനങ്ങൾക്ക് കൂടുതൽ പര്യാപ്തമാകും. വികസനത്തിന്റെ ഈ കുതിപ്പ് തവനൂരിന്റെ ശോഭനമായ ഭാവിക്കുള്ള അടിത്തറ പാകുകയാണ്. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.